ഒരു വാടക കരാറാണ് രജിസ്റ്റർ ചെയ്യുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കുളത്തുമ്മൽ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിലെ 2500 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. കാട്ടാക്കട സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്. മാസവാടക 1,00,000 രൂപ. 9 കൊല്ലത്തേക്കാണ് വാടക കാലാവധി. 3 കൊല്ലം കൂടുന്തോറും വാടകയിൽ 15% എസ്കലേഷൻ ഉണ്ടാവും. സെക്യൂർ ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു 6,00,000 രൂപ കൊടുത്തിട്ടുണ്ട്. ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്തിന് സർക്കാരിൻ്റെ ഫെയർ വാല്യൂ പ്രകാരമുള്ള വില കുറവായതുകൊണ്ട് പാർട്ടിക്ക് കൊടുക്കുന്ന മൊത്തം വാടക പ്ലസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആ തുകയിൽ നിന്നിട്ടാണ് ഫീസ് സ്റ്റാമ്പ് അടവാക്കിയിട്ടുള്ളത്. അത് ഏകദേശം 1,31,00,000 രൂപയോടെ വരുന്നുണ്ട്. ഈ ഒരു ലീസ് അഗ്രിമെൻറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 3,00,000 രൂപ വരെ അടുത്ത് ചിലവ് വന്നിട്ടുണ്ട്. ആരുടെയൊക്കെ ഫോട്ടോയാണ് ഡോക്യുമെൻറ്റിൽ ഒട്ടിക്കേണ്ടത്? രജിസ്ട്രേഷൻ ആക്ട് 32A പറയുന്നു, വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം, അത് പവർ ഓഫ് അറ്റോർണി ആണെങ്കിൽ കൂടി വസ്തു വിൽക്കുന്നയാളും വാങ്ങുന്നയാളും അവരുടെ ഫോട്ടോ പതിപ്പിക്കുക. അല്ലാത്തൊരു സാഹചര്യത്തിൽ ആരാണോ ഡോക്യുമെൻ്റ് രജിസ്ട്രാർ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുന്നത് അവരുടെ മാത്രം ഫോട്ടോയും തമ്പും എടുത്താൽ മതിയാവും. എന്നാൽ വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പല സബ് രജിസ്ട്രാർ ഓഫീസിലും അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്.